ശില്പ, ഈ മാർക്കോ സിനിമ ഇറങ്ങിയല്ലോ, അത് മാർക്കോ വന്ന സമയത്ത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അതിൽ ചർച്ച ചെയ്യാനുണ്ടായിരുന്നത് അതിലെ വയലൻസ് തന്നെയായിരുന്നു. നമുക്കറിയാം, ശില്പ കണ്ടതാണ് ആ സിനിമ, ഞാനും കണ്ടതാണ്. അപ്പം ആ സിനിമ ബിഗിൻ ചെയ്ത് എൻഡ് ചെയ്യുന്നവരെ നമുക്ക് ഒരു സ്ഥലത്തും എന്താ പറയാ വയലൻസ് ഇല്ല എന്ന് പറയാൻ പറ്റുന്ന, അതെ, എ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ ആ സിനിമയ്ക്കകത്ത് എന്താ പറയാ, എ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമ എന്താണ് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്? 18 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് അനുവദനീയമല്ല കാണാൻ വേണ്ടി. തീർച്ചയായിട്ടും അതിനാണ് എ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ പെടുന്നത്. പക്ഷെ ഇന്നലെ ഞാൻ സിനിമ കാണാൻ പോയ തിയേറ്ററിൽ പെട്ടെന്ന് സിനിമ കണ്ടൊരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടില്ല, അതിനു മുൻപ് പെട്ടെന്ന് ആളുകൾ അവിടെ നിന്ന് ഞാൻ ഇരുന്ന സെയിം റോന്റെ എൻഡിൽ ഭയങ്കര ആൾക്കൂട്ടവും ശബ്ദവും ഒക്കെ ആയിട്ട്, അപ്പൊ എല്ലാരും എന്താ ഏതാണെന്നറിയാതെ നോക്കിയപ്പോ അവിടെ ഒരാൾ ഈ വയലൻസ് താങ്ങാൻ കഴിയാതെ തല ഇറങ്ങി വീണു. എല്ലാവരും വാരിക്കൂടി അല്ല, ഒരു ചെറുപ്പക്കാരൻ, ഒരു 20-25 വയസ്സിനിടയ്ക്ക് പ്രായം വരുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ എല്ലാവരും കൂടെ താങ്ങി തിയേറ്ററിന് പുറത്തോട്ട് കൊണ്ടുപോയി. ആദ്യം കുറെ സമയം എന്തൊക്കെയോ, ഞാൻ അങ്ങോട്ട് അടുക്കാൻ എനിക്ക് പറ്റുണ്ടായില്ല, വലിയൊരു ഹേർഡ് ഓഫ് പീപ്പിൾ ആയതുകൊണ്ട്. അപ്പൊ ആളുകൾ അയാളെ എടുത്ത് തിയേറ്ററിന് പുറത്തേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്ന ഇങ്ങേ സൈഡിലെ റോയിൽ നിന്ന് 2 കൊച്ചു കുട്ടികൾ, ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് പ്രായമുള്ള 2 കൊച്ചു കുട്ടികൾ ഇറങ്ങി ഇങ്ങനെ പോവാ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ, അതായത് തിയേറ്ററിന്റെ വെളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവരിങ്ങനെ പിടിച്ചോണ്ടാ പോകുന്നേ. അവർക്ക് ഛർദ്ദിക്കാൻ വന്നിട്ടാണെന്ന് ഞാൻ കരുതുന്നു, എനിക്ക് ഉറപ്പില്ല. പക്ഷേ ആ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾ മാത്രം കാണേണ്ടുന്ന ഒരു സിനിമയ്ക്ക് എന്താ രക്ഷിതാക്കൾ ഈ പ്രായത്തിലുള്ള കുട്ടികളെയും കൂട്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് അതൊരു ഫണ്ണിയാണോ എങ്ങനെയാ അതിനെ കാണേണ്ടതെന്ന് അറിയില്ല. ഒരു വളരെ പ്രായം ചെന്ന ഒരു അമ്മൂമ്മ ഇറങ്ങി പോണുണ്ട്. ഈ സിനിമ കണ്ടിട്ടാണ് അവർ പോണത്. ഇവർക്കൊക്കെ എങ്ങനെയാ അത് ഡൈജസ്റ്റബിൾ ആകുന്നതെന്ന് എനിക്കറിയില്ല. ഈ അനുഭവം പറഞ്ഞ 3 ഇൻസിഡൻസില് നമ്മൾ ആദ്യത്തെ ഇൻസിഡന്റ് ഇപ്പൊ 25 വയസ്സുള്ള ഒരാൾ ബോധം കിട്ടു വീണു എന്ന് പറയുന്നത്. ഒന്നാമത്തെ മാർക്കോ എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയം അതിന്റെ എ സർട്ടിഫൈഡ് സിനിമയായി മാർക്കോ വരുന്നു എന്നുള്ളതാണ്. കാരണം 2 വട്ടത്തിലധികമാണ് സെൻസർ ബോർഡിന്റെ അടുത്തേക്ക് പോവുകയും സിനിമയുടെ കുറച്ചധികം ഭാഗങ്ങൾ സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളയുകയും ഇനി OTT-യിൽ വരുമ്പോൾ കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് വെർഷൻ ആണ് വരിക എന്ന് ഉണ്ണിമൂന്നനടക്കം പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. മാർക്കോ എന്ന് പറയുന്ന സിനിമ വയലന്റ് നേച്ചറിലുള്ള ഒരു സിനിമയാണ്. അതിന്റെ ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും. അതല്ലെങ്കിൽ അവർ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം സിനിമയുടെ മുൻപ് തന്നെ സിനിമയെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അതിൽ അത്രത്തോളമാണ് വയലൻസിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോ മേ ബി നമ്മളിപ്പോ വയസ്സിന്റെ അടിസ്ഥാനത്തിലല്ല, എല്ലാവർക്കും എല്ലാതും കാണാനും താങ്ങാനുള്ള ശേഷി ഉണ്ടാവണമെന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോ എനിക്ക് 10-25 വയസ്സുണ്ടെങ്കിലും ചിലപ്പോൾ എനിക്കത് കാണാൻ, അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് എനിക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളെ ചില സീനുകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും. എനിക്ക് ആ സിനിമ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ട് ചില വിഷ്വൽസ് തന്നെ കുറച്ച് നേരത്തേക്ക് എന്നെ ഹോണ്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോരുത്തരുടെ മെന്റൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ അത് ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു സീൻ, അല്ലെങ്കിൽ കുറച്ച് ബ്ലഡ് ഒക്കെ കാണുമ്പോൾ, ഇപ്പോഴും ബ്ലഡ് കണ്ട തലകറങ്ങി വീഴുന്ന കൂട്ടുകാരുണ്ട് എനിക്ക് 10-25-30 വയസ്സായവര്. അപ്പൊ എല്ലാവർക്കും അത് ഒരുപോലെ പെർസീവ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് വ്യക്തിപരമായി എടുക്കേണ്ട തീരുമാനം. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം വിചാരിച്ചിട്ട് കാണില്ല ചിലപ്പോൾ തല കറങ്ങി വീഴും എന്നുള്ളത്. പക്ഷെ അത് ആസ് എൻ അഡൾട്ട് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്, അത് കാണണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ രണ്ടാമത്തെ കാര്യം, 2 കുട്ടികൾ ഇറങ്ങി പോകുന്നു എന്ന് കണ്ട കാര്യം, ഇനി കുട്ടികൾ ഛർദ്ദിക്കാൻ പോയതാണെങ്കിലും അല്ലെങ്കിലും അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ്. അത് തിയേറ്റർ ഉടമകളുടെ തെറ്റാണ്. ഞാൻ ഈ സിനിമ കണ്ട തിയേറ്ററിൽ അവിടെ ഒരുപാട് പേര് ഈ സിനിമ കാണാൻ ഹൗസ്ഫുൾ ആയിരുന്നു ഒബ്വിയസ്ലി. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോ ഈ നമ്മുടെ വയസ്സൊക്കെ ഉണ്ടാവും, പക്ഷെ കാണാനൊക്കെ ഹൈറ്റ് ഒക്കെ കുറഞ്ഞ് പ്രായം തോന്നിക്കാത്ത ആൾക്കാരുടെ അടക്കം ആധാർ കാർഡ് ചെക്ക് ചെയ്തിട്ടാണ് അവർ ഉള്ളിലേക്ക് പറഞ്ഞയച്ചിരുന്നത്. മനസ്സിലായോ? എല്ലാവരുടെയും നിർത്തി അതിനുള്ളിൽ വന്നിട്ട് തന്നെ 2-3 വട്ടം അവർ ക്രോസ് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് എത്ര വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് വയസ്സുണ്ടെങ്കിലും പ്രായം തോന്നിക്കാത്ത ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ വന്ന് കൃത്യമായ ID കാർഡുകൾ ചോദിച്ച് വ്യക്തമായി അതിനെക്കുറിച്ച് ചെക്ക് ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അത് അവർ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇത് 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണേണ്ട ഒരു സിനിമയാണ്. കാരണം മറ്റുള്ളവർക്ക് അത് കാണാൻ പറ്റില്ല, അത് ബാധിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അവരോടുള്ളൊരു കൺസേൺ കൊണ്ടുമാണല്ലോ നമ്മളത് പാടില്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ UA സർട്ടിഫിക്കേഷൻ ഉണ്ട്, U സർട്ടിഫിക്കേഷൻ ഉണ്ട്, അതൊന്നുമല്ല, ആ സിനിമ A സർട്ടിഫൈഡ് ആണ്. അപ്പോൾ അത് തിയേറ്റർ ഉടമകൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് അവിടെ ആ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് ഇത്തരത്തിൽ ഈ പ്രായക്കാർ കയറുന്നില്ല
എന്നുള്ളത് തിയേറ്റർ ഉടമകൾ ഉറപ്പാക്കേണ്ട കാര്യമാണ്. അത് അവരുടെ ഭാഗത്തുള്ള തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, പാരന്റ്സ് ഇവരെ കൊണ്ടുപോകുന്നത് പാരന്റ്സിന്റെ മണ്ടത്തരം എന്നാണ് പറയാൻ സാധിക്കുക. കാരണം കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാതും ഒന്ന് എന്താ പറയാ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. ഇത് കണ്ടിട്ട് അവരെന്തൊക്കെ കാണിക്കും. നമ്മളിപ്പോ ഇവിടെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട് സ്റ്റണ്ട് പോലത്തെ ആക്ടിവിറ്റീസ്, അതല്ലെങ്കിൽ സ്റ്റണ്ടിനെ കുറിച്ച് പറയുന്ന സംഭവമാണെങ്കിലും താഴത്തെ എഴുതി കാണിക്കണം. എന്താണ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ലിമിറ്റഡ് സർഫേസിലെ പ്രാക്ടീസ് ചെയ്യാവൂ, അല്ലെങ്കിൽ അറിയുന്നവർ മാത്രമേ ഇത് ചെയ്യാവൂ. വാണിംഗ് കാർഡുകൾ നമ്മൾ കൃത്യമായി കൊടുക്കണം. അത് നമ്മൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്നതാണോ അല്ലയോ. അപ്പോൾ കുട്ടികളെ നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയി കാണുന്നത് കൊണ്ടും അവരുടെ മാനസികാരോഗ്യത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടുമാണ് അവരത് കാണിക്കരുത് എന്ന് പറയുന്നത്. അത് കേൾക്കാതെ എന്റെ മോനിത് കണ്ടാൽ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നു. കുട്ടികളത് റെപ്ലിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് മെയിൻലി ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയം. അതൊരു പരിധിവരെ ശരിയാണ്. അതെ, കുട്ടികളെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പണ്ട് WWE ഗുസ്തി കണ്ടിട്ട് അധികം നോക്കുന്നത്. ഈ പുലിമുരുകൻ സിനിമ ഇറങ്ങിയ സമയത്ത് ആ ഒരു പോസ്റ്ററിൽ നിൽക്കാൻ വേണ്ടി എന്റെ അമ്മ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ കുട്ടികൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്തതും ഡെസ്കിന്റെ മുകളിൽ താഴെ വരുന്നുണ്ട് വീണ് കയ്യും കാലും പൊട്ടിയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം വെരി വയലന്റ് ആയിട്ടുള്ള അല്ലെ വയലൻസ് ഉള്ള ഒരു സിനിമയിലുള്ള കാര്യങ്ങൾ ഓഫ് കോഴ്സ് അവര് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു ഈ 25 അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ ഏജ് കാറ്റഗറിയിൽ പെടുന്ന ഒരാൾക്കടക്കം അത്തരം ഒരു എന്താ പറയാ തലകറക്കം പോലത്തെ ഒരു അനുഭവം ഇതൊക്കെ കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് ട്രോമയാവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അത്തരം മാനദണ്ഡം വെക്കുന്നത് 18 വയസ്സിന് താഴെയുള്ളവർ കാണരുത് എന്ന് പറയുന്നത്? അത് അവിടെ അവർക്ക് എന്താ പറയാ മാനസികമായി അത് സ്വീകരിക്കാനുള്ളൊരു പക്വത മനസ്സിന് എത്തിയിട്ടില്ല, അവർ പാകപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണല്ലോ. അപ്പൊ അതിന് വെല്ലുവിളിച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ട് പാരന്റ്സിന്റെ ഫോൾട്ട് ആണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് അനുഭവം പറഞ്ഞ കാറ്റഗറി ഒരു അമ്മൂമ്മ വന്ന് പടം കണ്ടത്. അമ്മൂമ്മോട് നമുക്ക് പടം കാണരുതെന്ന് പറയാൻ പറ്റും. കാരണം അമ്മൂമ്മ 18 വയസ്സിന് മുകളിൽ അമ്മൂമ്മ വന്നത് തെറ്റാന്നല്ല, പക്ഷെ എനിക്ക് അത്ഭുതമായി പോയി. അത് ആക്ച്വലി കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു പോയതാണ്. ഒരു റീല് ഈ ഇടയ്ക്ക് വൈറലാവുന്നുണ്ട്. ആ റീലിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഇതുപോലെ മാർക്കോ കാണാൻ വരുമ്പോ ആ കുട്ടിയോട് കയറാൻ പറ്റില്ല, ഇത് കുട്ടികൾക്കുള്ള പടമല്ല എന്ന് പറഞ്ഞയക്കുകയും പിന്നെ 2 അമ്മൂമ്മമാര് വരികയാണ് പടം കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഉണ്ണിമൂന്തനെ കാണാൻ വേണ്ടി മാളികപ്പുറത്തിലെ അയ്യപ്പനാണെന്ന് തോന്നുന്ന വിധം അഭിനയിച്ച ഉണ്ണിമൂന്തനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ 2 അമ്മൂമ്മമാർ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് വരികയാണ്. അതിന് ഉള്ളിൽ കയറി എഴുതിട്ട് സിനിമ കാണുമ്പോ അല്ല ഇത് ഞങ്ങൾ ഉണ്ണിമൂന്തനല്ല എന്ന് പറഞ്ഞിട്ട് അവർ ആശ്ചര്യത്തോടു കൂടി നോക്കുന്നത്, അവരൊരു സങ്കടമൊക്കെ ഭയങ്കര കൊമിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു റീലാണ്. അതേ റീലാണ് എനിക്ക് അനുഭവം ഇത് പറഞ്ഞപ്പോ ഓർമ്മ വന്നത്. കാര്യം നമ്മൾ ഈ യങ്സ്റ്റേഴ്സ് തന്നെ സിനിമ കഴിഞ്ഞ് പുറത്തൊരു സീൻസ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പോഴാണ് ഒരു അമ്മൂമ്മ കൂളായിട്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇന്നത്തെ അമ്മൂമ്മമാരൊക്കെ വേറൊരു വൈബില് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മള് ഈ വ്ളോഗേഴ്സിന്റെ ഒക്കെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമ്മൂമ്മമാരൊക്കെ വ്ളോഗ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്ത് സൂപ്പർ ആയിട്ടാണ് അവർ വ്ളോഗ് ചെയ്യുന്നത്. അമ്മൂമ്മമാരാണെങ്കിലും അപ്പൂപ്പന്മാരാണെങ്കിലും അവരുടെ മെന്റാലിറ്റികളൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട്. സോ അവര് ചില ആൾക്കാരൊക്കെ ഇതിനൊക്കെ ഇപ്പോഴും എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓക്കെയാണ്. ചില ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. സോ അത് ആക്ച്വലി നല്ലൊരു കാഴ്ചയാണ്. നമ്മൾ പണ്ട് മനസ്സിനക്കരെ സിനിമ കണ്ടപ്പോ അതിലൊരു സീനില്ലേ, അടിക്കട എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ ബഹളം വെക്കുന്ന ഷീലയുടെ രംഗം. അത് ശരിക്കും റിയൽ ലൈഫിലെ ഷീലയെ പോലെയുള്ളവരായിരിക്കാം ഇപ്പൊ അനുപമ പോയ തിയേറ്ററിൽ വന്ന അമ്മയും. പിന്നെ അതിൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ നമ്മൾ എന്താ പറയാ ഒരു ഫണ്ണി മൊമെന്റ് ആയിട്ട് ഓർക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ ശില്പ പറഞ്ഞ പോലെ ശില്പ കാണാൻ പോയ തിയേറ്ററിൽ അവർ അത്രയും ക്രൂഷ്യലായിട്ട് ചെക്കിങ് നടത്തുന്നു. ഞാൻ പോയ തിയേറ്ററിൽ ആരും ഇല്ലായിരുന്നു, എത്ര വയസ്സാണ് ചോദിക്കാൻ പോലും ഒരു മനുഷ്യനും ഇല്ലായിരുന്നു അവിടെ. ഞങ്ങള് എന്താ പറയാ നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 18 വയസ്സെങ്കിലും തോന്നുന്നുള്ളതാണ്. പക്ഷെ ആ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 18 വയസ്സ് തോന്നില്ല. കാരണം ഇത്ര ഹൈറ്റിന്റെ കാര്യമല്ല, അല്ലാതെ കുട്ടികളായി തന്നെ തോന്നുന്ന ആ ആൾക്കാരെ അതിനകത്ത് ഒരു കുഴപ്പമില്ല, വെരി ഈസിലിയാണ് കയറ്റിയിരുത്തിയത്. നമ്മൾ ഈ ചെറിയ ചെറിയ തിയേറ്ററുകളൊക്കെ ആവുകയാണെങ്കിൽ ഒബ്വിയസ്ലി അത് പോസിബിൾ ആണ് എന്നുള്ളതാണ്. പക്ഷെ ഇവർ അതിന്റെ ഒരു സൈഡ് എഫക്ട്സ് ഒന്നും മേ ബി നമ്മളിപ്പോ അതൊരു വീഡിയോ ആയിട്ട് എടുത്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായി അതിന്റെ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും ഇത്തരത്തിലുള്ള പടങ്ങൾ വരുമ്പോൾ അതിനെ A സർട്ടിഫൈ ചെയ്യാണ് എന്ന് പറയുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുഞ്ഞുങ്ങൾ കാണാൻ പാടാത്തത് ഉള്ളത് കൊണ്ടാണല്ലോ ഈ ബ്ലൂ ഫിലിംസ് എന്തുകൊണ്ടാണ് എന്ന വീട്ടുകാർ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ കാണിക്കാത്തത്? അവിടെ മാത്രം ഇരട്ടത്താപ്പാണ്. അതുകൊണ്ട് കൃത്യമായി അത് മനസ്സിലാക്കുക. വയലൻസ് എന്ന് പറയുന്നത് വയലൻസിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊരാളെ എത്രത്തോളം സ്പോയിൽ ചെയ്യാം എന്നുള്ളതും അല്ലെങ്കിൽ എത്രത്തോളം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. അതാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് പാരന്റ്സ് ആണെങ്കിലും ഈ തിയേറ്റർ ഉടമകളാണെങ്കിലും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്.